ഒരു 3 ദിവസം മുമ്പാണ് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, ഏകദേശം ഡെയിലി എന്നോണം കോണ്ടാക്റ്റുള്ളൊരു സുഹൃത്ത് എന്നോട് ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു പ്രോബയോട്ടിക് എഴുതി തരുമോ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ കുറച്ച് സ്തംഭിച്ചു പോയി. മെഡിക്കൽ ഫീൽഡിലുള്ള സുഹൃത്തൊന്നുമല്ല. പ്രോബയോട്ടിക്കോ? അപ്പോൾ തെറ്റി പറഞ്ഞൊന്നുമല്ലല്ലോ. അല്ല, പ്രോബയോട്ടിക് വേണോ? അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. എനിക്ക് ചെറിയ ഇടയ്ക്ക് വയറ്റുന്ന് പോകുന്ന പോലെ തോന്നുക, ഇടയ്ക്കൊരു വയറിന് അസ്വസ്ഥത പോലെ തോന്നുക, അതുകൊണ്ട് എനിക്കൊരു പ്രോബയോട്ടിക് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ അതൊന്നും പറയുന്നില്ല, എനിക്ക് പ്രോബയോട്ടിക് വേണം. അപ്പോൾ ഇതൊരു ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ഒരു തെറ്റിദ്ധാരണകളാണ്. ചിലപ്പോൾ ഓവർ യൂസ് ചെയ്യപ്പെടുന്ന സാധനമാണ് പ്രോബയോട്ടിക്. പല പ്രശ്നങ്ങളുടെയും ഒരു ഒറ്റമൂലിയായിട്ട് പല ലേഖനങ്ങളൊക്കെ നമ്മൾ കാണാം, പ്രോബയോട്ടിക് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത്. ശരിക്കും ലൂസ് ടൂൾ അല്ലേ, നമ്മൾ അക്യൂട്ട് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറയുന്ന ലൂസ് ടൂൾ, പല കാരണങ്ങളുണ്ടാവുമല്ലോ അല്ലേ. ലൂസ് ടൂളിനാണ് നമ്മൾ സാധാരണ രൂപത്തിൽ പ്രോബയോട്ടിക് അതിൽ തന്നെ എഴുതണോ വേണ്ടേ എന്നുള്ളതൊക്കെ കേസ് ടു കേസ് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ഈ കേസ് നിന്ന് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ലൂസ് ടൂള് അത് ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുള്ള ഒരു കേസാണല്ലോ. അഡൾട്ടിലെ ലൂസ് ടൂള് വെച്ച് തുടങ്ങാം നമുക്ക്. തീർച്ചയായും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നാണ് നമ്മൾ ഒന്ന് പറയാം, ADD എന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്ക് വയറിളക്കം വന്നു, പ്രത്യേകിച്ച് പനിയോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വയറിളക്കം മാത്രം. വയറ്റിന്ന് പോകുന്നതിൽ ചോര കളറിൽ പോകുന്നില്ല, അതിൽ കഫവുമില്ല. ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് ഡയറിയൽ ഡിസീസ്. ഇത് ഒരു സെൽഫ് റിമിറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് സാധനം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മാറിക്കോളും. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ നന്നായിട്ട് വയറിളകി പോകുന്ന സമയത്ത് ശരീരത്തിൽ നല്ല നിർജ്ജലീകരണം സംഭവിക്കും. ഈ നിർജ്ജലീകരണം ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് ബേസിക് ട്രീറ്റ്മെൻറ്റ്. എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ORS ആണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. അതായത് നമ്മളെടുത്ത് ഇപ്പോൾ ആസ് എ ഫിസിഷ്യൻ നിങ്ങളെടുത്ത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വയറിളക്കമായിട്ട് വരുന്ന ഒരാൾക്ക് ശരിക്കും നിങ്ങൾ കൊടുക്കേണ്ട മരുന്ന് ORS, അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ലെങ്കിൽ ORS മാത്രമാണ്. പക്ഷെ അതൊരു മരുന്നായിട്ട് ആളുകൾക്ക് കണക്കാക്കൂല, കാരണം ഫീൽ വരുന്നില്ല. നമ്മളിപ്പോൾ ഒരാൾ ഡോക്ടർ ഫീസൊക്കെ കൊടുത്തൊരു ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അയാളടുത്ത് വന്നിട്ട് മരുന്ന് എഴുതാൻ പറയുമ്പോൾ അയാൾ ORS എഴുതി, ഇതിപ്പോൾ എനിക്ക് അവിടെ പോയാൽ കിട്ടൂല, ഇയാൾ എന്ത് എന്നുള്ളത് ചോദിക്കുക. അതിൽ ഇത് ഇദ്ദേഹത്തിന് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ORS മാത്രം കൊടുത്താൽ മാറുന്ന അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആണ് എന്ന് ആ ഡിസിഷൻ മേക്കറാണ് ആ പൈസ. അതെ, അതാണ് ശരിക്ക്, അതിനാണ് ആ ഡോക്ടറെ കാണിക്കുന്നത് ആളുകൾ പലപ്പോഴും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ഇയാൾക്ക് കാര്യം പിടുത്തം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത ആളെ കാണിക്കാൻ പോകും. ആൻറ്റിബയോട്ടിക് കിട്ടുവോളം അവരെന്ത് ചെയ്യും, കയ്യും കാലും വരച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ആൻറ്റിബയോട്ടിക് ഒന്നിനും വേണ്ടെന്നല്ല, ആൻറ്റിബയോട്ടിക് വേണ്ട വയറിളക്കങ്ങളുണ്ട്. അതെ, നോർമലി വയറിളക്കങ്ങൾ ഞാൻ കുട്ടികളുടേത് പറയാം. കുട്ടികളുടേതാണെങ്കിൽ നമ്മൾ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് മോസ്റ്റ് ഓഫ് ദ കേസിൽ, മിക്കവാറും കേസിൽ അതൊരു വൈറൽ കോസായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മളതിനെ 3 കാറ്റഗറൈസ് ചെയ്യും. നോ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം ഇല്ല. സം ഡീഹൈഡ്രേഷൻ, കുറച്ച് നിർജ്ജലീകരണത്തിൻ്റെ ചില സൈൻസും സിംറ്റംസും ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. സിവിയർ ഡീഹൈഡ്രേഷൻ, നല്ല നിർജ്ജലീകരണം ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതിന് നമുക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ നല്ല നിർജ്ജലീകരണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതനുസരിച്ച് ആവശ്യമെങ്കിൽ അഡ്മിറ്റ് ആക്കിയിട്ട് തന്നെ ചികിത്സിക്കും. തീരെ നിർജ്ജലീകരണം ഇല്ലാത്ത കേസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. തീരെ നിർജ്ജലീകരണം ഇല്ലാത്ത കേസിൽ അതൊരു വൈറൽ ഡയറി ആണെന്ന് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ലക്ഷണം വെച്ച് നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും അവിടെ ORSൻ്റെ മാത്രം ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സിങ്ക് കൊടുക്കും. ഈ 2 മരുന്നിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴും ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ 2 മരുന്ന് എഴുതാനുണ്ടാവുള്ളൂ, ആകെ ORSഉം ഈ സിങ്കും. ചിലപ്പോൾ മൈൽഡ് ഫീവറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ പാരസെറ്റമോളും കൊടുക്കും. ഈ ആൻറ്റിബയോട്ടിക് ഇത്രയും വലിയ വയറിളക്കം 7 വട്ടം വയറ്റുന്ന് പോയിട്ട് ആൻറ്റിബയോട്ടിക് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഫ്രീക്വൻസി പറയുന്ന സമയത്ത് ഇപ്പോൾ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ജോലിക്ക് സ്ഥിരമായി പോകുന്ന ആളുകളായിരിക്കും, അവർക്ക് ജോലിയിൽ നിന്ന് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ലീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ നാളെ പരീക്ഷയുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഈ വയറിളക്കം വരുന്ന സമയത്ത് നമ്മളെന്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് അല്ല എഴുതുക, ഇതിൻ്റെ സ്റ്റൂളിൻ്റെ ഫ്രീക്വൻസി കുറക്കുന്ന മരുന്നുണ്ട്. മൊത്തമായിട്ട് നിർത്തുന്ന മരുന്ന് നമ്മൾ കൊടുക്കില്ല. എന്നുവെച്ചാൽ ലോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുന്ന മരുന്നുകളുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അഥവാ ഇൻഫെക്ഷൻ ആണ് എങ്കിൽ പിന്നീട് അത് കൂടാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അളവ് കുറക്കുന്ന മരുന്നുകളും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അത് എല്ലാവർക്കും കൊടുക്കണം എന്നല്ല, ആ ഫ്രീക്വൻസി ഒന്ന് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് മാത്രം. ഈ ആൻറ്റിബയോട്ടിക് എപ്പോൾ കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ വയറിളക്കത്തിന് ആൻറ്റിബയോട്ടിക് എഴുതിയാൽ അത് എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ.
അതെ. ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഡിസെൻട്രി എന്ന് പറയും, അല്ലെങ്കിൽ ഗാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ ബാക്ടീരിയലായിട്ട് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ഈ അമീബ കാരണം എന്ത് ചെയ്യാം ഡിസെൻട്രി വരാം. അങ്ങനെ കുറേ കാരണങ്ങളെ കൊണ്ട് ഡിസെൻട്രി വരാം. അപ്പോൾ അതിൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് വയറ്റിൽ നിന്ന് പോകുന്നതിൽ തന്നെ ചുവപ്പ് കളർ കാണുന്നു, അല്ലെങ്കിൽ ചോരയുടെ അംശം കാണുന്നു എന്നുള്ളതാണ്. 2, അതിൽ കഫത്തിൻ്റെ അളവ് കൂടുതലാണെന്നുള്ളത്. 3, ഈ വയറിളക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ല പനി ഉണ്ടായിരുന്നു. വയറിളക്കം ഉള്ള സമയത്ത് നല്ല പനിയുണ്ട്, പനിയും വിറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെന്തോ ഹൈ ഗ്രേഡ് ഫീവർ, ഇതിലെന്തോ ഒരു ഇൻഫെക്ഷ്യസ് കോസ് തന്നെയാണ്, ബാക്ടീരിയൽ കോസ് ആണ് എന്ന് ഡോക്ടർക്ക് ഫീൽ ചെയ്താൽ, അതല്ലെങ്കിൽ ഡോക്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് അല്ലേ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. ബാക്ടീരിയൽ കോസ് ആണ് എന്ന് ലക്ഷണം കൊണ്ടോ മറ്റോ ഡോക്ടർക്ക് മനസ്സിലായാലാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ മിക്കവാറും കേസുകൾ എന്താണ്, വൈറൽ കേസുകളാണ്. അപ്പോൾ മിക്കവാറും കേസുകൾ ലൂസ് സ്റ്റൂളിൻ്റെ കേസുകളിൽ, ഡയറിയ കേസുകളിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിസെൻട്രി എന്തുള്ളത് ചിലപ്പം ആളുകളെ, ഇപ്പോൾ നിങ്ങൾ ഈ മലത്തിലെ കഫം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മലത്തിൽ ചെറിയ ലെവലിൽ മ്യൂക്കസ് ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ ടെൻഷനായിട്ട് നമ്മളോടൊക്കെ വന്ന് പറയുന്നതാണ്, കുട്ടി വയറ്റിന്ന് പോകുന്നു, നല്ല കഫമുണ്ട്. അപ്പോൾ എന്താണ് കഫം? അത് പലപ്പോഴും മ്യൂക്കസ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച കഫം എന്ന് പറയുന്നത് അല്ലേ, ബ്ലഡൊക്കെ മിക്സഡ് ആയിട്ടുള്ള ശരിക്കും പസ്സായിട്ടുള്ളതാണ്. അപ്പോൾ വൈറൽ കോസാണ് എന്ന് ഡോക്ടർക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് എഴുതാത്തത്. വൈറൽ കോസ് അല്ല എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ്, ഒരു ബാക്ടീരിയൽ കോസ് ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അമീബിക് കോസ് ഉണ്ടെങ്കിലാണ്, അതിനൊക്കെ വേറെ കുറേ ലക്ഷണങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതനുസരിച്ച് മരുന്ന് എഴുതണത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന മറ്റു മരുന്നുകളോട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പിന്നെ നമ്മളെന്ന് ചിലപ്പോൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോബയോട്ടിക്സും കൂടെ കൊടുക്കും. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ ശരീരത്തിലൊക്കെ, ഇപ്പോൾ നമ്മളുടെ വയറ്റിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഫ്ലോർ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക്സ് എടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ മിസ്യൂസാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്കാം ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അത് മാറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ, അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിന് എന്ത് ചെയ്യുക വെച്ചാൽ കുറേ മൈക്രോ ഓർഗാനിസംസിനെതിരെയുള്ള പ്രവർത്തനം അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസിനെയും കൂടെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ ഇല്ലാതോ ആ കോമൺ ആയിട്ട് കാണുന്ന മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ നമുക്ക് ഒന്നുകിൽ യൂസ് ഉള്ളതായിരിക്കും, അതല്ലെങ്കിൽ നിരുപദ്രവകാരിയായിരിക്കും, അതിനെയും കൂടി ഇത് ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾക്ക് ഉപകാരമുള്ള ഈ മൈക്രോ ഓർഗാനിസംസ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാൻ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, വയറിളക്കം പോലത്തെ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതുപോലെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുറച്ച് ബാക്ടീരിയകളെ, അല്ലെങ്കിൽ അങ്ങനത്തെ അത് സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് തൈര് കഴിക്കുക എന്നുള്ള പോലത്തെ സാധനം. അതായത് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബയോട്ടിക് പിന്നെ ഫീച്ചേഴ്സുള്ള ഭക്ഷണം, തൈര് പോലുള്ള ഭക്ഷണങ്ങളിലുള്ളത് നമ്മുടെ ഗട്ടിലുള്ള അല്ലേ, നമ്മുടെ വയറ്റിനകത്തുള്ള ഗുഡ് മൈക്രോബ്സ് എന്ന് പറയാം. ഈ ഗുഡ് മൈക്രോബ്സിനെ റീപ്ലേസ് ചെയ്യലാണ് പ്രോബയോട്ടിക്കും, അതല്ലെങ്കിൽ പ്രോബയോട്ടിക്കിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്ന തൈരിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുക്കേണ്ട ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു സിമ്പിൾ വയറിളക്കം വരുമ്പോഴേക്ക് പിടിച്ചിട്ട് പ്രോബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ചെറിയൊരു വയറുവേദന, ചെറിയൊരു ഗ്യാസ്ട്രിക് അപ്സെറ്റ് വരുമ്പോഴേക്കും പ്രോബയോട്ടിക് കൊടുത്താൽ മതി, അത് മാറും എന്നുള്ള ചിന്ത വരുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു മരുന്ന്, കുട്ടികൾക്ക് വയറിളക്കത്തിന് കൊടുക്കുന്ന മറ്റൊരു മരുന്നാണ്, ഫ്രീക്വൻസിയെ കുറക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് സിങ്ക്. ഓക്കെ, ഈ സിങ്ക് പലപ്പോഴും അവിടെ പീഡിയാട്രിഷ്യന്മാർ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിങ്ക് 14 ദിവസം കൊടുക്കാനാണ് പറയാം. അപ്പോൾ വയറിളക്കം 3 ദിവസത്തെ സിംറ്റമാണ്. 3 ദിവസം കൊണ്ടായിരിക്കും വയറിളക്കം ഉണ്ടായിട്ടുണ്ടാവുക. 3 ദിവസം കൊണ്ട്, 3 or 4 മാക്സിമം 5 ദിവസം കൊണ്ട് വയറിളക്കം മാറും. അപ്പം മിക്കവാറും ഈ രക്ഷിതാക്കൾ 14 ദിവസം സിങ്ക് കൊടുക്കില്ല. ചില രക്ഷിതാക്കളൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കും, എന്തിനാണ് 14 ദിവസം സിങ്ക് കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, സിങ്ക് ഫ്രീക്വൻസി കുറക്കും എന്നുള്ള, അതിൻ്റെ കൂടെ എപ്പിസോഡ് കുറക്കും, അതിൻ്റെ കൂടെ സിങ്ക് ഡെഫിഷ്യൻസി ആൻഡ് വയറിളക്കം ഒരു ഡയറക്റ്റോ റിലേഷൻ ഉണ്ട്. അപ്പോൾ അത് 14 ദിവസം തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് നന്നായി അന്വേഷിച്ച് മനസ്സിലാക്കിയ ആളുകൾ മാത്രമേ അത് കൊടുക്കൂ. ഇനി അവർ പോലും അത് കൊടുക്കുന്നുണ്ടോ നമുക്കറിയില്ല. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഏതൊരാൾക്കും ഇപ്പോൾ നമുക്ക് സിംറ്റം മാറുന്നതോടുകൂടി പിന്നെ എന്തിനു മരുന്ന് കുടിക്കണം എന്നൊരു ക്വസ്റ്റ്യനാണല്ലോ അവർക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊരു കാര്യം. രണ്ടാമതും മനസ്സിലാക്കാനുള്ളൊരു കാര്യം കൂടെ. പിന്നെ ഇതിലേ ഈ വയറിളക്കമായി വരുന്ന ആളുകൾക്ക് 2 ലക്ഷണം പ്രധാനമായിട്ടുണ്ടാവുക. ഒന്ന് ഛർദി ഉണ്ടാവും, വയറിളക്കം ഉണ്ടാവും. മിക്കവാറും പീഡിയാട്രിഷ്യന്മാരെടുത്ത്
കുട്ടികളുമായി രക്ഷിതാക്കൾ വേഗത്തിൽ വരും. അപ്പം നിങ്ങളടുത്ത് അത്ര വേഗത്തിൽ വന്നോളണമെന്നില്ല. ഈ സെൽഫായിട്ട് ചിലപ്പം ഒക്കെ ചെയ്തിട്ടേ വരുള്ളൂ. നമ്മളടുത്തൊന്ന് ഛർദ്ദിക്കുമ്പോഴേക്കും വരും. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പം എൻ്റെ അടുത്തൊരു ഛർദ്ദിയായിട്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ വരുമ്പോൾ ഞാൻ ആകെ ഛർദ്ദിയുടെ മരുന്നേ കൊടുക്കൂ. എന്നാലും ചിലപ്പം നാളത്തേക്ക് ചിലപ്പം വയറിളക്കം ഉണ്ടാവാം. അപ്പോൾ ചില ആളുകൾ പറയും ഈ ഛർദ്ദി മരുന്ന് കഴിച്ചതിൻ്റെ ശേഷമാണ് വയറിളക്കം ഉണ്ടാകുക. അത് ഒരേ അസുഖത്തിൻ്റെ ഒരു ലക്ഷണം വന്നപ്പോൾ കാണിച്ചു, രണ്ടാമത്തെ ലക്ഷണം പിറ്റേ ദിവസം വരുന്നതാണ്. അപ്പോൾ ഈ ഛർദ്ദി വേഗം മാറും ചെയ്യും, വയറിളക്കം അങ്ങനെ മാറില്ല. അപ്പോൾ അടുത്ത ചോദ്യം തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുന്നത് ഛർദ്ദി വേഗം മാറില്ല, നിങ്ങൾ ആ തന്ന മരുന്ന് കഴിച്ചു വേഗത്തിൽ ഛർദ്ദി മാറി, പക്ഷേ നിങ്ങൾ ആ തന്ന മരുന്ന് കഴിച്ചിട്ട് വയറിളക്കം അതുപോലെ മാറുന്നില്ല. ഛർദ്ദിക്ക് നമ്മൾക്ക് നല്ല ഛർദ്ദി ഉണ്ടെങ്കിൽ നിർത്താൻ ഇഞ്ചക്ഷൻ വരെയുണ്ട്. വയറിളക്കം പെട്ടെന്ന് നിർത്താൻ നമ്മുടെ അടുത്ത് സംവിധാനം ഇല്ല എന്നുള്ള, അതല്ലെങ്കിൽ വയറിളക്കം പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. നേരത്തെ തന്മി ഡോക്ടർ പറഞ്ഞ പോലെ വയറിളകി ഡീഹൈഡ്രേഷൻ വരാൻ നോക്കിയാൽ മതി. വയറിളക്കം അതൊരു വയറിളക്കമാണെങ്കിൽ അത് അതിൻ്റെ ഒരു കോഴ്സ് ഇങ്ങനെ ഒരു 4-5 ദിവസം ആകുമ്പോൾ മാറും. ബാക്ടീരിയൽ കോസാണെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അത് എഫക്റ്റ് ചെയ്ത് വരുമ്പോൾ മാറും. അതുവരെ ഡീഹൈഡ്രേഷൻ വരാണ്ട നോക്കുക. എന്നാലും നമ്മൾ വയറിളക്കത്തിൻ്റെ ഫ്രീക്വൻസി കുറക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു മരുന്നാണ് ലോപ്പറമൈഡ്. അതിനെ പറ്റിയൊന്ന്. ലോപ്പറമൈഡ് നമ്മൾ ഇപ്പോൾ നമുക്കൊരു വയറിളക്കം വന്നു, പനിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് നാളെ ഒരു പരീക്ഷയുണ്ട്, നമുക്ക് പെട്ടെന്ന് എന്തായാലും വയറ്റിൽ നിന്ന് പോകാൻ പാടില്ല, ആ ഒരു 3 മണിക്കൂർ സമയത്ത് വയറ്റിൽ നിന്ന് പോയാൽ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യണം, ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം ഒരു 5 മണിക്കൂർ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇൻഫെക്ഷ്യസ് കോസസ് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ലോപ്പറമൈഡ്. ലോപ്പറമൈഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മൊത്തത്തിൽ ആ ബവലിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന ആ ഒരു പ്രക്രിയ തന്നെ ഇല്ലാതാക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. അതുകൊണ്ടുള്ളൊരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷ്യസ് ആണ് കോസ് എന്ന് വിചാരിക്കുക. ഇൻഫെക്ഷൻ കാരണം അവിടെയുള്ള ബാക്ടീരിയയും കാര്യങ്ങളും നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് അതങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ഇത്രയും നേരത്തേക്ക് നമ്മൾ ബവലിനെ അവിടെ നിന്ന് ഇളകാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങനെ നിർത്തുന്ന സമയത്ത് ആ ഇൻഫെക്ഷൻ അവിടെ ഉള്ളിൽ തന്നെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനും ആ ഇൻഫെക്ഷൻ വളരെയധികം ഫ്ലെയറപ്പ് ചെയ്ത് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആളുകളും തന്നെ രോഗികൾ നിർബന്ധിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഞാനിത് ഡിസ്കസ് ചെയ്യാൻ തന്നെയുള്ള കാര്യം നമ്മൾ ശരിക്കും ഇത് ഡിസ്കസ് ചെയ്യേണ്ട, ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല, ഒരു മരുന്നല്ലേ. പക്ഷെ ആളുകൾ വന്നിട്ട് ഈ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് കേട്ടിട്ട് ഈ മരുന്ന് എഴുതി തരൂ എന്ന് പറയും. തീർച്ചയായും ORS മാത്രം കൊടുക്കും, സിങ്ക് കൂടി കൊടുക്കും, ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കും. എന്നിട്ട് ബാക്കി നമ്മൾ പറഞ്ഞ് ഇങ്ങനെ കൗൺസിലൊക്കെ ചെയ്ത് വിടുമ്പോൾ ഒന്നുകിൽ ഈ മരുന്നിൻ്റെ പേര് പറയും, അതില്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് പേര് പറയും, അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കും, ഈ മരുന്ന് പണ്ട് കഴിച്ചപ്പോൾ പെട്ടെന്ന് മാറിയിരുന്നു, എന്നിട്ട് ഇത് എഴുതി തരുമെന്ന് പറയും. അങ്ങനെ കഴിക്കേണ്ട ഒരു മരുന്നല്ല ഏത് ലോപ്പറമൈഡ് എന്നുള്ള മരുന്ന്. ഗുണത്തേക്കാൾ അത് ദോഷമാണ്. തീർച്ചയായിട്ടും അത് ഡോക്ടർമാർ സ്പെസിഫിക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർമാർ അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. പീഡിയാട്രിഷ്യനൊന്നും നമ്മൾ സാധാരണ അങ്ങനെ റെഗുലറായിട്ട് എഴുതാത്ത മരുന്നാണ്. പക്ഷെ പലപ്പോഴും എഴുതാൻ നിർബന്ധിതരാവുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് എപ്പോഴും അങ്ങനെയാണ്. കാരണം ചില പേഷ്യൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് എന്തായാലും നോളജിൻ്റെ സോഴ്സസ് ഇഷ്ടം പോലെയാണല്ലോ. ആ സോഴ്സസിൽ നിന്ന് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ സ്ട്രെസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളോട് ഒരാൾ 10 വട്ടം ഒരു കാര്യം പറഞ്ഞാൽ ലാസ്റ്റ് നമ്മളത് ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ വേറെ വഴിയില്ലാതെ വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ORSൻ്റെ വാല്യൂ പലപ്പോഴും ഡയറൽ ഡിസീസുകളിൽ ORSൻ്റെ വാല്യൂ ശരിക്കും പിന്നെ ഒരു നമ്മളങ്ങനെ പറയുമല്ലോ, ORSന് വേണ്ട വിധത്തിൽ നമ്മൾ ORSൻ്റെ വാല്യൂ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ORS എന്നുള്ളത് ഒരു മരുന്നാണെന്ന് പോലും ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ORS നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ക്ഷീണം മാറാൻ അല്ലേ. അപ്പോൾ ഡോക്ടർ വയറിളക്കത്തിന് ഡോക്ടറെ കാണിച്ചു, 3 മരുന്ന് കിട്ടി. ഒന്ന് പനി വരുമ്പോൾ കുടിക്കാനൊരു മരുന്ന്, പിന്നൊരു മരുന്ന് ഒരു വിറ്റാമിൻ്റെ സിങ്ക് ആണല്ലോ, സിങ്ക് ഈസ് ഈക്വൽ ടു വിറ്റാമിൻ അല്ലേ. മിനറൽ ആണെങ്കിലും ആളുകളുടെ മനസ്സിൽ വിറ്റാമിനാണ്. പിന്നെ ഒരു വിറ്റാമിൻ്റെ മരുന്ന് തന്നു, പിന്നെ ഒരു ക്ഷീണം മാറാൻ മരുന്ന് തന്നിട്ടുണ്ട്. ശരിക്കും ORS ആണ് ശരിക്കും അതിലെ ORSൻ്റെ ഹിസ്റ്ററി പറയുന്നൊരു കാര്യമുണ്ട്. കോളറ കാരണം എത്രയോ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്ന സമയത്ത് ആ ഒരു ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ നിർജ്ജലീകരണം കുറേ മാറ്റാൻ പറ്റുന്നുണ്ട് ORS കണ്ടെത്തുകയും അത് കൊടുക്കുകയും ചെയ്തതോടുകൂടി എത്രയോ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ വയറിളക്കി ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിച്ച് മരണം എത്രയോ കൂടുതലുണ്ടായിരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. ആ ഫേസിൽ നിന്നൊരു തിരിച്ചു വരുന്നവരിലേക്കൊക്കെ ORS തീർച്ചയായിട്ടും ഒരു മാജിക്കൽ ഇൻവെൻഷൻ ആയിരുന്നല്ലോ, ഒരു വലിയൊരു മാജിക്കൽ മരുന്നാണത്. അപ്പോൾ അതൊരു മരുന്നാണ്. അതെ, അത് മരുന്നാന്ന് മനസ്സിലാക്കുക. അത് കൊടുക്കേണ്ടതിന് പകരം ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആ മരുന്ന് കൊടുത്താൽ മാറുന്ന അസുഖത്തിന് അത് മരുന്നാന്നുള്ള ഗൗരവത്തിൽ ഡോക്ടർമാർ എങ്ങനെയാണോ പറയുന്നത്
അഡൾട്ടൊക്കെ ആണെങ്കിൽ അത് അല്ലേ നമ്മൾ അഡ്ലിബിന്ന് എത്ര വേണമെങ്കിലും കുടിക്കാന്നുള്ള രൂപത്തിലാണ്, പരമാവധി കുടിക്കാന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറയുക. കുട്ടികളാണെങ്കിൽ അത് ചില കേസിലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ പറയും. എന്താണെങ്കിലും ORS ഗൗരവത്തിൽ അപ്രോച്ച് ചെയ്യുക, ORS ഒരു മരുന്നായിട്ട് പരിഗണിക്കുക. ORS പിന്നെ കറക്റ്റ് ചിലപ്പം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അത് കുട്ടികൾ കഴിക്കൂല, അപ്പോൾ രക്ഷിതാക്കൾ പറയും ORS കുട്ടി കഴിക്കൂല, അങ്ങനെ തന്നെ പറയും. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതണ്ട, ORS എന്തായാലും കഴിക്കൂല, അതിൻ്റെ മെയിൻ മരുന്നാണ് എഴുതണ്ടെന്ന് പറയുന്നത്. അപ്പോൾ മറ്റു മരുന്നുകൾ കൊടുക്കുന്ന ഗൗരവത്തിൽ കുട്ടിയെ എങ്ങനെയെങ്കിലും അടുത്തിരുത്തി മെല്ലെ മെല്ലെ കൊടുത്ത് ORS കൊടുത്തിട്ട് ആണ് വയറിളക്കം ചികിത്സിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആകത്തുക വയറിളക്കത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ORS ആണ്. അത് പൊതുജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതാണ്.